ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലും അഞ്ഞാത്ത വീഡിയോയും എനിക്ക് നല്ല റെസ്പോണ്ടാണ് നിങ്ങൾ തന്നത്. കാണാത്തതും മീൻസ് ഇങ്ങനെ കമൻസ് അങ്ങനെ ഇടാത്തവരൊക്കെ കമൻസ് ഇട്ടു. ചിലരുണ്ട് ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കമൻ്റ് ഇടും. ചിലരുണ്ട് എല്ലാ വീഡിയോയ്ക്കും കമൻസ് ഇടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. പിന്നെ എന്നേക്കാൾ കൂടുതൽ നാട്ടിലെ സാധനങ്ങൾ കാണാനിരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് കമൻസും വീഡിയോയും വ്യൂസും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാം സന്തോഷമായിരുന്നു, ഹാപ്പിയായിരുന്നു. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഒരു വീഡിയോ ആണ്. അതുപോലെ പലരും പറയും ഡേ ഇൻ മൈ ലൈഫ് നല്ലതായിരുന്നു, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടണേന്ന്. എൻ്റെ മക്കളുമാരെ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ എല്ലായിടവും നമ്മളിപ്പോൾ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ് അല്ലാത്തതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പം എല്ലായിടത്തും നമ്മൾ തന്നെ കൊണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വീട്ടിലെ ജോലികളിൻ്റെ ഒത്തിരി സമയം എടുക്കും. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യണമെങ്കിൽ രാവിലെ ഞാൻ 6 മണിക്ക് എണ്ണിക്കുന്ന ആളാണെങ്കിൽ 5 മണിക്കേ എണ്ണിക്കണം. അതല്ല, വീട്ടിൽ ആരുമില്ല, പിള്ളേരൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അപ്പച്ചന് ഉച്ചയാകുമ്പോൾ വല്ലതും കൊടുക്കണം. പിന്നെ വീട്ടിൽ പിള്ളേരോടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അന്നൊരു ശനിയാഴ്ചയും കൂടെ ആയിരുന്നു, ഈ ചെറുക്കന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ അത്രയും വരെയെങ്കിൽ എന്നിട്ട് ഞാൻ പലതും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ വന്ന് ഓരോന്നൊക്കെ ഈ തുണികൾ മടക്കുന്നോ അങ്ങനെയൊക്കെ ആണേലും ആ തുണികൾ മടക്കുന്ന കാണിച്ചു. വേറെ അങ്ങനെ പലതും ഞാൻ കാണിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വീണ്ടും പാത്രങ്ങൾ കഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇസ്തരിക്കാരൻ വന്നതുണ്ടായിരുന്നു, അവന് തുണി എടുത്ത് കൊടുക്കുന്നതും അതൊന്നും കാണിച്ചിട്ടില്ല. കാരണം എല്ലാവരുടെ അടുത്തും ഇസ്തരിക്കാരൻ വന്ന് ബെല്ലടിച്ചിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫാ അവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ അവൻ നിൽക്കുമോ, ഇതാ വരുന്ന തുണി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ അത്രയും നേരം ഞാൻ എൻ്റെ കണ്ടിന്യൂസ് ഞാൻ കാണിച്ചില്ല. എന്നിട്ടും ഇടയ്ക്കൊക്കെ കാണിച്ചെന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ എനിക്കൊരു സമാധാനം. എനിക്ക് ആ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനൊരു പടപട നെഞ്ചെടുപ്പുണ്ടായിരുന്നു. കാരണം ആൾക്കാർ പലരും പല ഇതല്ല നെഗറ്റീവായിട്ട് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നെ എന്താ, പിന്നെ അല്ലേ പോട്ടെ, പറയുന്നില്ല. ഇനിയിപ്പം കൊണ്ടുവന്ന പൊറോട്ട എനിക്ക് കഴിക്കാൻ പറ്റാഞ്ഞതിൽ ഒരു വിഷമമുണ്ട്. ആർത്തി പണ്ടാരം പോലെ എൻ്റെ കർത്താവേ ഞാൻ കുത്തിയിരുന്നതാ തിന്നാനായിട്ട്. നോക്കി എന്തോ കാത്തൊരു കസ്തൂരിമം അതല്ല, അത് ഇതിനല്ലല്ലേ. ഇങ്ങനെ നോക്കിയിരുന്നു കൊണ്ടുവന്നുണ്ടേ തിന്നാനും പറ്റിയില്ല. എന്തോ പറ്റിയോ എന്തോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരിച്ചിരി ഞാൻ അന്ന് ഡേ മൈ ലൈഫിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഗരം മസാലയൊക്കെ പൊടിച്ച് അതേ ഉള്ളൂ. അതുകൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് 1/2 മണിക്കൂർ കൂടുതലുള്ള വീഡിയോ. ആ വീഡിയോ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? 2 മണിക്കൂറത്തെ വീഡിയോ ആണ് ഞാൻ 27 or 28 അത്രങ്ങാണ്ടില്ല മിനിറ്റിലാക്കിയത്. അത്ര ഞാൻ എത്രയും കട്ട് ചെയ്യാമോ അത്രയും കട്ട് ചെയ്യും. എനിക്കെൻ്റെ വീഡിയോയിൽ സ്പേസ് ഇല്ലാതെ വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊരു മെനക്കേടായിരുന്നു. ഓക്കെ, എന്നെ സഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ പൂരിയുടെ മാവ് രാത്രിയിൽ കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ എടുക്കുമ്പം നമുക്ക് പൂരിയൊക്കെ നന്നായി, എനിക്ക് അങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. എന്ന് വെച്ചാൽ ഇന്നലെ എനിക്കിത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി സമയം കിട്ടിയാലും ഞാനത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലും ചെയ്തങ്ങ് വെക്കും. പിന്നെ മറന്നു പോകുന്ന സമയത്തുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം വരും. അപ്പം ഞാനിങ്ങനെ പരത്തി നിന്നുണ്ടെങ്കിൽ അവിടെ പോൾ വന്ന് ഇപ്പോൾ മമ്മി ഞാൻ പരത്തട്ടെ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പെട്ടെന്ന് പരത്തി എളുപ്പം ഉണ്ടാക്കാനത്. ഷേപ്പൊന്നും ചിലതിനൊന്നും ഇല്ല. പൂരിയും കടലക്കറി ഇവിടെ കൊച്ചവനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് ചോദിച്ചാൽ കൊച്ചവൻ അത്ര കടലക്കറി വേണ്ടാന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പിച്ചി തിന്നു. അപ്പോൾ പൂരിയെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. പ്രൈസിനെ കുറ്റം പറയണ്ട, എനിക്കും
കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കായി നമ്മൾ ഈ നല്ല ചൂട് ചായയാണേലോ ചായയോ കോഫിയോ അതിൻ്റെ കൂടെ ഈ പൂരി എനിക്ക് കറിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ പിച്ചി തിന്നാൻ എനിക്കും ഇഷ്ടമാണ്. പിന്നെ ചൂട് പൂരി ഉണ്ടാക്കിയത് അവർക്ക് ഡാഡിക്കും പോൾമോനൊക്കെ പെട്ടെന്ന് കൊടുത്തു. പ്രൈസൻ ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. പിന്നെ വീഡിയോയിൽ പലരും പറഞ്ഞ് ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ പോയി ഇടയ്ക്കൊക്കെ സംസാരിക്കണേ, ഡാഡി അറിയാതെ വീഡിയോ എടുത്താലും സാരമില്ലെന്നും. ഞാൻ കഴിവതും ട്രൈ ചെയ്യാം. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ മിക്കവാറും ഞാൻ ഈ അടുക്കളയിലൊക്കെ ആയിരിക്കും എടുക്കുമല്ലേ, ഫ്രണ്ട് റൂമിലോട്ട് അങ്ങോട്ട് തന്നെ ഉള്ളെങ്കിൽ ചിലപ്പം ഡാഡി ഉറങ്ങുമായിരിക്കും ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞാനും എനിക്ക് ചായ എടുത്ത് പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റിങ്ങിനിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അരിയൊക്കെ ഇടാനുണ്ടായിരുന്നു. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഇനി അരി കഴുകി അടപ്പത്തിടട്ടെ. പണ്ടൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അരിയൊക്കെ വാങ്ങിക്കുമ്പം ശരിക്കും കല്ലും മണ്ണും കാണുമായിരുന്നു. നമ്മളിങ്ങനെ കൈ കൊണ്ട് അരിച്ചൊക്കെ ഒരു 3-4 പ്രാവശ്യം അരിച്ചാലും അടിയിൽ ഇങ്ങനെ മണൽ പോലെ കല്ല് കാണുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഒരു തരി മണ്ണില്ലെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ അരിക്കകത്തും അങ്ങനെയാണെന്നാണ് എനിക്ക് നാട്ടിലാണെങ്കിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കല്ലും മണ്ണൊന്നും കാണത്തില്ല. മറ്റേത് പണ്ട് ഇങ്ങനെ നമ്മുടെ മുറത്തിലിട്ട് പാറ്റി ഉമി കളയണം, ആ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. പാത്രം കഴുകാൻ അവിടെ കിടപ്പുണ്ട്, അത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ അരി അങ്ങ് അടപ്പത്തിട്ടിട്ട് പാത്രം കഴുകാമെന്ന് വെച്ച്. ये दूसरे संडे आने वाला है, उसका दूसरा संडे है। मैं चॉकलेट लेके जाऊँ क्या? ചായപ്പൊടിയൊക്കെ തീർന്നില്ല, ഇച്ചിയും കൂടെ എന്നാലും ഇതങ്ങ് പൊട്ടിച്ച് വെച്ചേക്കാം. ബക്കറ്റ് നിറഞ്ഞിരിക്കും, ഇനി എന്തോലും വാങ്ങിച്ചാൽ ഇടാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ എടുത്തങ്ങ് പാസ്ത അറിയാതെ പാസ്ത നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെയും വാങ്ങിച്ചു. ഇത് ഇച്ചിരി ഒന്ന് കഴുകിയിട്ട് ഞാൻ ചിന്തിച്ച് ഇനി വെയിലത്തൊന്നും മഴയായോണ്ടൊക്കത്തില്ലല്ലോ, ഒന്ന് വറുത്തിട്ടേ പൊടിക്കാം. വറുത്തെടുക്കാമെന്ന് പറഞ്ഞത് വറക്കുമല്ല, അതൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന്. കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടേ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കത്തില്ലേ, അതിന് പകരം ഒന്ന് ചീനച്ചട്ടിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊന്ന് പൊടിച്ച് വെക്കണം. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമല്ലേ. അപ്പം ഞാൻ പയർ അരിഞ്ഞു വെച്ചായിരുന്നു. പയർ ഇത്തിരി കൂടുതലാണെന്ന് കഴിച്ചാൽ കൊണ്ടുവന്ന പയർ 4 പിടി പയറുണ്ടായിരുന്നു. ഓരോ പിടിയും 10 രൂപ വെച്ചോളം കണക്കി. അപ്പോൾ 2ആയിട്ട് ഞാൻ വെക്കുന്നില്ലെന്നും പറഞ്ഞ് ഒരുമിച്ചങ്ങ് അരിഞ്ഞിട്ട് കൂട്ടാൻ നമുക്ക് 2 ദിവസത്തേക്കിന് ഉപയോഗിക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനിയും സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. രാവിലെ നല്ല തെളിച്ചമായിട്ട് നിന്നേ ഇപ്പം ഭയങ്കരമായിട്ട് കറുത്തിരുണ്ട് മഴക്കാറിങ്ങനെ വന്ന് നിൽക്കുക. കൊച്ചുമോൻ പ്രൈസമോൻ പോയി, പോളിവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് സവാളയും കൂടെ ഒക്കെ ഒന്ന്, സവാളയ്ക്കൊക്കെ 45 രൂപ, ചിലയിടത്ത് 50 ഉണ്ട്. ആണെങ്കിലും നമ്മളരിഞ്ഞ് ചേർക്കാനുള്ളതങ്ങ് ചേർക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി ചമ്മന്തി അരച്ചായിരുന്നേ. ആ ചമ്മന്തിയുടെ എന്നിട്ട് ഞാൻ ആ ജാറ് അതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ജാറിപ്പോൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം ചമ്മന്തി എടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. അന്നെന്തോ വായിക്കൊന്നും അങ്ങനെ രുചിയില്ലായിരുന്നു. അപ്പം ചമ്മന്തി കൂട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് ഇച്ചിരി കൂട്ടണമെന്ന് തോന്നി, അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയത്. എനിക്കിങ്ങനെ കറികൾ അങ്ങനെ ഒഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഈ ചമ്മന്തി ഇങ്ങനെ ഡ്രൈ ആയിട്ട് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ചമ്മന്തി ഇവിടെ പ്രൈസിന് അത്ര താല്പര്യമില്ല, പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങയും പിന്നെ ഉള്ളിയും മഞ്ഞപ്പൊടിയും എല്ലാം ഞെവിട്ടിയിട്ടങ്ങ് ഇട്ട് വെച്ചേക്കാം. അപ്പം നമ്മുടെ എളുപ്പ പരിപാടിയല്ല. നാരങ്ങാച്ചാർ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാരങ്ങയുടെ വില തിരക്കണം. ഈ മഴയായിട്ടും കിലോ 100 രൂപയെന്ന്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബഗാനയാണ്, മീൻസ് അവരുടെ ഒരു പറച്ചില്ല. എന്നാലും ഇതുപോലായിരുന്നു. കഴിഞ്ഞ വർഷവും മഴ സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതാണ്
അതേ മഴ കാരണമുള്ള നാരങ്ങ മൊത്തം പൊഴിഞ്ഞു പോവുക, അതുകൊണ്ട് നാരങ്ങയ്ക്ക് ക്ഷാമമാണ്. ഞാൻ ചോദിച്ചു പിന്നെ ഏത് സമയത്താണ് നാരങ്ങയ്ക്ക് വില കുറവ്? ഉണക്കാണെങ്കിൽ പറയും എല്ലാവർക്കും നാരങ്ങ വെള്ളം കുടിക്കേണ്ടിയിട്ട് നാരങ്ങ വാങ്ങിക്കുവാന്ന്. ഇപ്പം പറയുന്നു മഴ കാരണം കിട്ടുന്നില്ലെന്ന്. നമ്മളില്ല റേറ്റ് ഇടുന്നത്. ഇപ്പം സാധാരണ ഇപ്പോൾ എല്ലാത്തിനും വിലയാണ്. ഞാൻ അന്നത്തെ ലിസ്റ്റല്ലേ ഇട്ടേക്കുന്നത്. നമുക്ക് 50 രൂപ കിലോയ്ക്കൊക്കെ നാരങ്ങ കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. നെല്ലിക്കയാണെങ്കിലും 50 രൂപയ്ക്ക് സീസണിൽ കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ അന്ന് നമ്മൾ ഈ ലിസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ എല്ലാത്തിനും വില കൂടിയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് കൂട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയൂ എന്തോ വിലയാണ്. പക്ഷേ മാർക്കറ്റിലൊക്കെ എന്തൊരു സാധനത്തിന് വില കൂടിയാലും ആൾക്കാർ വാങ്ങിക്കും. അന്നേരം ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അത് പയറുതോരൻ ഞാൻ പകുതി എടുത്ത് അങ്ങ് മാറ്റി വെച്ച്, തണുത്തില്ല, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടങ്ങ് ഫ്രിഡ്ജ് വയ്ക്കാനേ. മോര് കറിയുണ്ട്. അപ്പോൾ ഞാൻ ഇരുട്ടങ്ങിങ്ങനെ ഞാൻ പറയും മഴക്കാർ ഇങ്ങനെ വന്ന് കിടക്കുന്നതുകൊണ്ട് ക്ലിയറായില്ല. എന്നിട്ട് ഞാൻ മൊബൈലിലെ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ലൈറ്റ് കിട്ടുന്നുണ്ടോയെന്ന്. അത്രയ്ക്ക് അടുക്കളയിലെല്ലാം ഇരുട്ടായി. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഇന്നാളി കാന്താരിയുടെ അരി ഞാനിങ്ങനെ പാകിയില്ലായിരുന്നു. അതിൽ ഒരെണ്ണമാണ് കിളിച്ച് വന്നത്. അപ്പോൾ അത് ഇത്രയും വലുതായി. അപ്പം ഞാൻ ചിന്തിച്ച് അതൊന്ന് ഇത്തിരി മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് അടിയിലോട്ട് നന്നായി കുഴിച്ച് വയ്ക്കാമെന്ന്. അപ്പോൾ അതായിരുന്നു ഇന്ന് പരിപാടി. എന്നിട്ട് ഞാൻ അതിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് കാന്താരി തരണേന്ന്. അപ്പോൾ ഞാനത് റീച്ചാടുത്ത് പറഞ്ഞു, റീച്ചാ ഞാൻ കാന്താരി എടുത്ത് പറഞ്ഞിട്ടാണ് വെച്ചത്. റീച്ചാ പിന്നെ അങ്ങനെ ആണെങ്കിൽ കൊള്ളാമല്ലേ. ഞാൻ പറഞ്ഞു റീച്ചാ അതൊക്കെ അവർക്കൊക്കെ കേൾക്കാൻ പറ്റും, നമ്മൾ സംസാരിച്ചാൽ മതി. അങ്ങനെ ഞാൻ അന്നേരം ഡാഡി എടുത്ത് പറഞ്ഞു, ഡാഡി ഞാൻ പറഞ്ഞിട്ടാ. ഡാഡി എന്നും ചോദിക്കും അത് കാന്താരിയാണോ കരിയാപ്പാന്നോ എന്നൊക്കെ. അപ്പോൾ ഡാഡിക്ക് ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ കരിയാപ്പിന് വെള്ളം ഒഴിച്ചതെല്ലാം ഡാഡിയായിരുന്നു. അപ്പോൾ കരിയാപ്പ് പിന്നെ അങ്ങ് പട്ടുപോയി, അങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ ഇതിനി വളം എന്തോ ഇടണമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനങ്ങനെ ഒന്ന് കുഴിച്ച് വെക്കുക. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ ചെടികളും ഇതൊക്കെ. ഇപ്പോൾ ദാണ്ട ഇനി ചെക്കിങ്ങിന് വരുന്നതെന്ന് പറയുന്നത് ഈ ഡെങ്കുവിൻ്റെ ഇതിന് വീടുകളിലെങ്ങാണം ഈ ചെടിയുടെ കീഴിൽ ചട്ടിയുടെ കീഴിലെങ്ങാണം വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് വരുന്നേ. ഇപ്പോൾ ഇനി ഞാൻ അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളമുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഇനി മാറ്റണം. എപ്പോഴാണ് അവർ വരുന്നതെന്ന് അറിയത്തില്ല. സൊസൈറ്റിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാന്താരിയെല്ലാം ഞാൻ നട്ടിട്ട് അതുകൊണ്ട് ഇനി അവിടെ വെച്ച് ഇച്ചിരി വെള്ളം, ഇന്നിപ്പോൾ ഇച്ചിരി വെള്ളമേ തളിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് നന്നായിട്ട് ഞാൻ ചിന്തിച്ച് ഇനി വേരെങ്ങാണം പോയി അത് വാടി നിൽക്കുമെന്ന്. പക്ഷേ നല്ലതായിട്ട് ഇപ്പോഴും 2 ദിവസമായി വീഡിയോ എടുത്തിട്ട് നല്ലതായിട്ട് തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ പഞ്ഞിപ്പുല്ലൊന്ന് കഴുകി ഇങ്ങനെ അരിപ്പയ്ക്കകത്തിട്ട് വെള്ളം ഒന്ന് പോകാനായിട്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ നാക്കുന്നുണ്ടേ അതിൻ്റെ കിഴുത്തേന്ന് ഉള്ള വെള്ളം എല്ലാം പോകും. ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ അതിങ്ങനെ വെറ്റായിട്ടിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചത്. ഇപ്പോൾ ഇത്തിരി ലേറ്റ് ചെയ്താൽ മതി, അധികം വെള്ളം അങ്ങോട്ട് ചിലവാകുന്നില്ല. അതുകൊണ്ടെല്ലാം ഒന്ന് ഒതുങ്ങി പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും ബോട്ടിലുകളിൽ നിറയ്ക്കാനുള്ളവരുടെയൊക്കെ ബോട്ടിലിൽ നിറച്ചിട്ട് ഞാനിപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പഞ്ഞിപ്പുല്ല് എന്തോ ചെയ്തെന്നോ ഒരു വലിയ എൻ്റെ ഈ അച്ചാറിടുന്ന ഉരുളിയുടെ അടപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് ചൂട് വെള്ളം തിളച്ചായിരുന്നു, ആ ചരുവത്തിൻ്റെ മണ്ടയിലോട്ട് വെച്ച്. അപ്പോൾ ഇത് ചൂടായിട്ട് ആ വെള്ളമെല്ലാം പെട്ടെന്ന് അങ്ങ് വറ്റും, വെയിലത്ത് വെച്ചതിന് സമമാവും. പിന്നെ ഞാൻ ഉരുളിയിൽ ഇച്ചിരി കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് അവ സ്പൂണും കൊണ്ടാക്കിയുണ്ടേ അതങ്ങ് സ്പൂണിലങ്ങ് പിടിക്കുന്നു. പിന്നെ ഞാനൊരു ഫോർക്കും കൊണ്ട് ഇളക്കി. അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു. ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിക്കുക. പിന്നെ ഞാൻ വൈകിട്ട് ഈ പഞ്ഞിപ്പുല്ലൊക്കെ അങ്ങ് പൊടിച്ച് വെച്ച്, അത് ചൂടായതുകൊണ്ട് ഇപ്പോൾ പൊടിച്ചിട്ട് ഉടനെ ഞാനങ്ങ് ഡബ്ബയിലാക്കി. കാരണം 2 പ്രാവശ്യം എനിക്ക് പൊടിക്കണമായിരുന്നു, അടച്ചില്ല, കാരണം ഇച്ചിരി ഒന്ന് ചൂട് പോട്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഗരം മസാല ചൂടാക്കിയില്ലേ, എന്നിട്ട് ഞാനിപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് എനിക്കതൊന്ന് പൊടിക്കാനുണ്ടായിരുന്നു. പൊടിച്ചിട്ട് അതും ഇങ്ങനെ ഡബ്ബയിലാക്കിയിട്ട് തണുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ളത് വെളിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഈ കൊച്ചൊരു ബോട്ടിലിൽ വെളിയിൽ വെക്കത്തുള്ളൂ. പിന്നെ തീരുന്നുണ്ടെ വീണ്ടും നിറച്ച് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.